നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ മൈക്രോഫോൺ നിങ്ങളുടെ ശബ്ദം ഒപ്പിയെടുക്കുന്നു. ഈ മൈക്രോഫോൺ മെം സെൻസറിന്റെയും ഐസിയുടെയും സഹായത്തോടെ നിങ്ങളുടെ ശബ്ദത്തെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഈ ഡിജിറ്റൽ സിഗ്നൽ 0, 1 എന്നീ രീതിയിലാണ് സ്റ്റോർ ചെയ്യുക. ഫോണിനകത്തു തന്നെയുള്ള ആന്റിന ഈ 0, 1 ഡിജിറ്റൽ സിഗ്നൽ റിസീവ് ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി മാറ്റുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അതിൻ്റെ തരംഗ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തി ഈ ഡിജിറ്റൽ സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഫ്രീക്വൻസിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ 0, 1 എന്ന ഡിജിറ്റൽ സിഗ്നലുകളെ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്നീ രീതിയിൽ മാറ്റുന്നു. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് കേൾക്കാൻ കഴിയും. പക്ഷേ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. നമുക്കിടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ബിൽഡിങ്സ്, മരങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇവയെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്ട്രെങ്ത് കുറക്കും. മാത്രവുമല്ല, ഈ തടസ്സങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഭൂമിയുടെ കേർവ്ഡ് ഷേപ്പ് കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. ഈ പ്രശ്നം പരിഹരിക്കാനാണ് സെൽ ടവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സെല്ലുലാർ ടെക്നോളജി. ഇതിൽ നിന്നാണ് സെൽഫോൺ എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. ഫോണിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ടവർ സ്വീകരിക്കുകയും ഹൈ ഫ്രീക്വൻസി ലൈറ്റ് പൾസായി ടവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ലൈറ്റ് പൾസ് താഴെ വച്ചിരിക്കുന്ന ബേസ് ട്രാൻസീവർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെയാണ് ഫർദർ ആയിട്ടുള്ള സിഗ്നൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. പ്രോസസ്സിംഗ് നടന്നതിന് ശേഷം വോയിസ് സിഗ്നൽ ഡെസ്റ്റിനേഷൻ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ ടവറിൽ ഈ പൾസ് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി റേഡിയേറ്റ് ചെയ്യുന്നു. ഈ സിഗ്നൽ നിങ്ങൾ ആരെയാണോ വിളിച്ചത് അവരുടെ ഫോൺ റിസീവ് ചെയ്യുന്നു. പിന്നീട് അയാളുടെ ഫോണിനകത്ത് റിവേഴ്സ് പ്രോസസ്സ് നടക്കുന്നു. അങ്ങനെ അയാൾക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ടവർ ആ സിഗ്നൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ടവറിന് നിങ്ങളുടെ സുഹൃത്തുള്ള സെൽ ടവർ ഏരിയ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാകും? ഇവിടെയാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ MSCയുടെ ഉപയോഗം. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഫോളോ ചെയ്ത് കൂടെ കൂടിയോ.